എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ എഡ്മണ്ടണിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ക്ലിനിക്ക് നടത്തുന്ന ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന ദമ്പതികളാണ് നമ്മളുടെ ഡാനി, ശ്രീജിത. അപ്പോൾ അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം അവരിപ്പോഴുള്ള നമ്മളുടെ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല രീതിയിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സും, അതായത് ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ ഡെന്റൽ കെയറിനെ പറ്റിയും അതുപോലെ തന്നെ ഡെന്റിസ്റ്റ് ആവാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുന്ന പിള്ളേർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ പല പരിപാടികളും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളുടെ ക്ലിനിക്കിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ ക്ലിനിക്ക് ഇവിടെ ക്യാപ്പിലാൻ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. 30 years ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്ലിനിക്കാണ്. നമ്മളിത് ഏറ്റെടുത്തിട്ട് ഓൾമോസ്റ്റ് 6 years ആയി. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തവരാണ്. അതിനുശേഷം ശ്രീജിത സൗദിയിലായിരുന്നു, ഞാൻ നേരിട്ട് കാനഡയ്ക്ക് വന്നു. ഞാനിവിടെ ഡൽഹൌസി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതിനുശേഷം ഒരു വർഷം ഞാൻ എക്സ്ട്രാ ജനറൽ പ്രാക്ടീസ് റെസിഡൻസി ചെയ്തിട്ടാണ് എഡ്മണ്ടണിലോട്ട് മൂവ് ചെയ്ത് 2017 തൊട്ട് എഡ്മണ്ടണിലുണ്ട്. പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ എല്ലാവിധ ജനറൽ പ്രൊസീജിയേഴ്സും ചെയ്തു കൊടുക്കും. നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് IV സെഡേഷൻ, സർജറി, ഇംപ്ലാന്റ്. ക്ലിനിക്കിന്റെ പേര് ഫോറസ്റ്റ് ഹൈറ്റ്സ് ഫാമിലിയുടെ നോർത്ത് സൈഡ് അല്ലേ? ക്യാപിലാനോ ഏരിയ, നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അതെ. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ? പറയൂ. എൻ്റെ പേര് ശ്രീജിത. ഞാൻ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തു, ഒരു 7-8 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാനഡയിൽ 2016 അപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് കുട്ടികൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും സംശയം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കാനഡ വന്നിട്ട് എങ്ങനെയാണ് ഡെന്റിസ്റ്റ് ആവുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്. അപ്പൊ പല പ്ലാറ്റ്ഫോമിലും പല വെബ്സൈറ്റിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലതരം ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതാവുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ് ആവുന്നവരെ നമുക്ക് എന്തൊക്കെ ജോലി കിട്ടും, എന്ത് ജോലി ചെയ്യണം, എന്താണ് നല്ലത്, അങ്ങനെ ഏത് യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണോ, ഡയറക്റ്റ് ലൈസൻസിങ് പോകണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. മലയാളി ഡെന്റിസ്റ്റ് ഇൻ എഡ്മണ്ടൺ എന്നാണ് പേര്. പക്ഷേ എഡ്മണ്ടൺ അല്ലെങ്കിൽ കാനഡയിലോട്ട് വരുന്ന നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ ഷെയർ ചെയ്യാം, അവിടെ ഡിസ്കഷൻസ് നടത്താം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഒരു വാട്സ്ആപ്പ് ചാനൽ, ലോക്കലുള്ള ആൾക്കാരും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും. അതിൽ വാട്സ്ആപ്പ് ചാനലിൽ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതുപോലെ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഇന്റർനാഷണലി ട്രെയിൻഡ് ഡെന്റിസ്റ്റുകൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എക്സാം, അതിനെ പറ്റി. 2, ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിലെ ഒക്കെ വിളിച്ചിട്ട് ചോദിക്കും, ഇതേപോലെ നമ്മുടെ കൊച്ചിന്റെ പല്ല് വരുന്നത് ശരിയായിട്ടല്ല, നേരെ തെറ്റിയിട്ടാണ്, എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ പല്ലിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതെന്താ ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്യോ. അപ്പൊ അങ്ങനത്തെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിട്ടൊക്കെയാണ് ഇതിനൊരു ഉത്തരം വരെ കിട്ടുള്ളൂ. പക്ഷെ ഇവര് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്ത് വരണ്ട. ഇങ്ങനെയുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഇവരുടെ അടുത്ത് വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറഞ്ഞേക്കാവോ? വാട്സ്ആപ്പ് ചാനലാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 7808629210 ഇതെന്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറാണ്. ഇതിൽ ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡെന്റൽ ക്ലിനിക്കിൽ കാനഡയിൽ വരുന്ന ഒരുപാട് പേർക്ക് ഇപ്പൊ പെട്ടെന്ന് ഡെന്റൽ ക്ലിനിക്കിലായിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ ഒരു എളുപ്പമല്ല, അവർക്കൊരു സ്ട്രെസ്ഫുൾ ഫീലിംഗ് ആണ് അത്. പെട്ടെന്ന് വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോവാന്നൊക്കെ പറയുമ്പോൾ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തീർച്ചയായിട്ടും വാട്സാപ്പിൽ ചോദിക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. അതിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണത്. ഒരു വാട്സപ്പ് ചാനലുണ്ട്. ആ വാട്സപ്പ് ചാനൽ പിന്നെ അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. പിന്നെ നമ്മളുടെ ക്ലിനിക്കിന്റെ കുറെ പ്രത്യേകതകളില്ലേ? അതായത് ഒത്തിരി സ്പെഷ്യലിസ്റ്റുകൾ ജോലി ചെയ്യുന്ന ഒരു സംഭവം ഒന്ന് പറഞ്ഞേക്കാവോ? അത് നമുക്ക് 10 ഓപ്പറേറ്ററി ഉള്ള ഒരു പ്രാക്ടീസ് ആണ്. 4 ഡെന്റിസ്റ്റ് ഉണ്ട്. മിക്ക ദിവസവും 3-4 ഡെന്റിസ്റ്റുകളുണ്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് 8 o'clock to 7 o'clock ഉണ്ട്. അപ്പം കൺവീനിയന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ടൈംസ് അവൈലബിൾ ആണ്. നമുക്ക് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്. പിന്നെ ഇൻവിസലൈൻ അല്ലെങ്കിൽ ഓർത്തോ സംശയങ്ങൾക്കായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ 2nd ഇയർ ഓർത്തോ റെസിഡൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്ത് ഇൻവിസലൈനും ഓർത്തോ ട്രീറ്റ്മെന്റ്സും ചെയ്തു കൊടുക്കുന്നത്. സർജറി, ഇംപ്ലാന്റ്സ്, IV സെഡേഷൻ, ഏതുതരം സെഡേഷൻസും പൊതുവിൽ ഞാനാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ മറ്റ് ക്ലിനിക്കുകളിൽ തരുന്ന എല്ലാവിധ ജനറൽ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ്, ക്ലീനിങ്, ക്രൗൺ, അങ്ങനത്തെ വെനീഴ്സ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോ വാക്ക് ഇൻ
അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പോ? നമ്മൾ ശരിക്കും ഒരു എമർജൻസി പ്രാക്ടീസ് ആയിട്ടാണ് മിക്ക വെബ്സൈറ്റുകളിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എമർജൻസികൾ കാണും എന്ന് എല്ലാവരും അഡ്വർടൈസ് ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എമർജൻസി കാണുക മാത്രമല്ല, കഴിവതും ആ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കാനും നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ട്, റൂംസ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഓവർ സ്റ്റാഫ്ഡ് ആണ്. ഡോക്ടേഴ്സും അതനുസരിച്ച് കേപ്പബിളും കപ്പാസിറ്റി ഉള്ള ഡോക്ടേഴ്സ് ആണ് തന്നെ. ഓക്കെ. ഇനി എന്തെങ്കിലും നമ്മളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെന്റൽ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവേർഡ് ആണ്. പക്ഷെ അത് പലപ്പോഴും പല ആൾക്കാരും ഉപയോഗിക്കാറില്ല. നമ്മൾ സ്റ്റിൽ പേ ചെയ്യും, പക്ഷെ എല്ലാ വർഷവും അത് ചെയ്യില്ല. അപ്പോൾ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ബേസിക്കലി നമ്മുടെ നാട്ടിലൊരു കൾച്ചറും ഇവിടുത്തെ കൾച്ചറും വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറും ഇവിടുത്തെ കൾച്ചറും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും പ്രിവെൻഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു എമർജൻസി റൂമിൽ എമർജൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ മിനിമം 8 to 12 hours വെയിറ്റ് ചെയ്യണം അൺലെസ് യു ആർ ഡൈയിങ്. അതെ, തീർച്ചയായിട്ടും അതെല്ലാവരും മലയാളികൾ എക്സ്പീരിയൻസ് എല്ലാവരും കൊച്ചു കുട്ടികളെല്ലാം എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡെന്റലിലും അതേ പ്രിൻസിപ്പിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, ഒരു എമർജൻസി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എമർജൻസി അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കാണുകയും പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് ക്ലീനിങ്, ഫില്ലിങ്സ്, അങ്ങനെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്താൽ നമുക്ക് എമർജൻസീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെന്റൽ ഹെൽത്ത് കെയർ ഫിലോസഫിയും മെഡിക്കൽ ഫിലോസഫിയും എക്സാക്ട്ലി സെയിം ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മലയാളികൾക്ക് അതൊരു പരിചയമില്ലാത്തൊരു ഫിലോസഫിയാണ്. പിന്നെ അത് മാത്രമല്ല, മിക്ക മലയാളികൾക്കും നല്ല ഹെൽത്ത് കെയർ പ്ലാനുകളുണ്ട്. അപ്പം അത് അവര് അവെയർ അല്ല എന്ന് തോന്നുന്നു. അത് യൂസ് ചെയ്യാം എന്നുള്ളത്, യൂസ് ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമല്ല, പൊതുവിൽ ഒരു എമർജൻസി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ഒരു പർപ്പസ്. അൾട്ടിമേറ്റ് പർപ്പസ് അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എംപ്ലോയേഴ്സിനെ ഫോഴ്സ് ചെയ്തിട്ട് സ്റ്റാഫുകൾക്കും എംപ്ലോയീസിനും നല്ല പ്ലാനുകൾ കൊടുക്കുന്നത്. അതൊരു റൂളാണ്. അതെന്താന്ന് ചോദിച്ചാൽ എമർജൻസി ഉണ്ടാവരുത് എന്നുള്ള ഒരു കരുതലാണ് അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കുകയും നമ്മുടെ ഒരു ചിന്താഗതി മാറ്റുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അഡ്രസ് ഒന്ന് പറഞ്ഞേക്കാവോ ക്ലിനിക്കിന്റെ? ക്ലിനിക്ക് ക്യാപ്ലാനോ ഏരിയയിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ഫോറസ്റ്റ് ഹൈറ്റ്സ് ഫാമിലി ഡെന്റൽ, 10104 79 സ്ട്രീറ്റ് നോർത്ത് വെസ്റ്റ്. ഇതാണ് അഡ്രസ്. അപ്പം ഫോൺ നമ്പർ, ക്ലിനിക്കിലെ ഫോൺ നമ്പർ 7804682529. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹമാണ് നമ്മളുടെ അഡ്മിൻ പരിപാടികളൊക്കെ ഇപ്പൊ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. ബിസിനസ് മാനേജർ അദ്ദേഹം. അതെ, അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾറെഡി ഡെന്റിസ്റ്റ് ആണ്, നമ്മുടെ സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹമാണ് ഡോക്ടറായിട്ട് ഇപ്പോൾ നമ്മുടെ അവിടെ ഉള്ളത്. നമ്മളുടെ ഭാഷയിൽ സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ കംഫർട്ടബിൾ ആണ്. എല്ലാവരും പോവുക, വിസിറ്റ് ചെയ്യുക, ഇവരുടെ അഡ്വൈസ് നേടുക. അല്ലെങ്കിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഒക്കെ വേണമെങ്കിൽ ഇവരെ വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ക്ലിനിക്കിൽ വരാൻ പേടിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കാം. ക്ലിനിക്കിൽ വിളിച്ച് പേടിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെറുതെ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു.